ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് അമൽ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹാരിസൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ AVA Mastering EQ എന്ന് പറഞ്ഞൊരു പ്ലഗിനാണ്. അതൊരു 8000 സംതിങ് രൂപ വിലയുള്ള ഒരു പ്ലഗിനാണ്. അപ്പോൾ അതെങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളതും ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലഗിൻ ബോട്ടിക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനകത്ത് സൈനപ്പ് ചെയ്തിടുക. കാര്യം കുറേ പ്ലഗിൻസ് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ പ്ലഗിൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് യൂസ് ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മളത് നോക്കി എടുക്കുക. ഈ ഒരു പ്ലഗിൻ എനിക്ക് റിവ്യൂ ചെയ്യാൻ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ കമ്പനിയാണ് ഹാരിസൺ എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ മാസ്റ്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു EQ ആണിത്. ഇത് അവരുടെ വലിയ വലിയ കൺസോൾസിലൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു EQ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലഗിൻ റിവ്യൂ ചെയ്യാമെന്ന് വെച്ചത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്ലഗിനാണ്. എൻ്റെ യൂസർ ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്തുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ പ്ലഗിൻ ആഡ് ടു കാർട്ട് കൊടുത്തു. ഇവിടെ ഇപ്പോൾ $0 നമുക്ക് കാണാം. മുമ്പ് ഇവിടെ നോക്കിയപ്പോൾ 8627 രൂപയായിരുന്നു ഇത് അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ. ഇതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് നോക്കുക. ഇനി നമുക്ക് ഇത് ആഡ് ടു കാർട്ട് കൊടുക്കുക, എന്നിട്ട് ഇൻകാർട്ട് കൊടുക്കുക. ഇൻകാർട്ടിൽ പോയിട്ട് സെക്യൂർ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 തവണ അവർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചോദിക്കും നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള പ്ലഗിനാണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നും കൂടെ ചോദിക്കും. അപ്പോൾ ഈ ഒരു പ്ലഗിൻ ബോട്ടിക്കിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലൈസൻസും നമുക്ക് ഒരു വെബ്സൈറ്റിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കാം. എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. നമുക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എല്ലാ പ്ലഗിൻസും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ യു ആർ അബൌട്ട് ടു ബൈ എ പ്രൊഡക്റ്റ് യു ഓൾറെഡി ഹാവ്. ഞാനിത് വാങ്ങുന്നില്ല, ഇത് ക്ലിയർ കാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഓഫേഴ്സ് വരുമ്പോഴേക്കും ഈ ഒരു വെബ്സൈറ്റിൽ കാണാം. നമുക്ക് കുറേ നല്ല ഡീൽസും പ്ലഗിൻ ഡീൽസും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ നോക്കാം. നിങ്ങളുടെ ലൈസൻസ് ഇവിടെ കാണിക്കും, സീരിയൽ നമ്പർ എന്നുള്ളടുത്ത്. പുതിയ വേർഷൻ അപ്ഡേറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ സൈറ്റിൽ തന്നെ കയറി നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റീപ്പറിൽ പോയി നോക്കാം. ഹാരിസൺ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ പ്ലഗിൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിലെല്ലാം നമുക്ക് ആക്സസ് ഇല്ല. ലൈസൻസ് പേസ്റ്റ് ചെയ്താൽ മതി. അപ്ലൈ ലൈസൻസ് കൊടുത്ത് കഴിയുമ്പോൾ എൻ്റെ പേര് കാണിച്ചു. അതായത് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനകത്ത് ഇൻ്റർഫേസ് തീംസ് നമുക്ക് മാറ്റാം. മോഡേൺ ഉണ്ട്, വിൻറ്റേജ് ഉണ്ട്. കുറച്ചുകൂടെ രസമുണ്ട് ഗോൾഡ് ഇതിൽ വരുമ്പോഴേക്കും. പിന്നെ എൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലാർജ് ഫിറ്റ് ടു സ്ക്രീൻ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, പിന്നെ എൻ്റെ ബിൽഡ് വേർഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. മൊമെൻ്ററി ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലഗിൻ ബൈപ്പാസ് ചെയ്യാനാണ്. നമുക്ക് മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബൈപ്പാസ് ചെയ്ത് കേട്ട് നോക്കി പിന്നെയും എഫക്ട്സ് അപ്ലൈ ചെയ്ത് അങ്ങനെയാണല്ലോ നമ്മൾ മാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എളുപ്പം ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്താൽ മതി. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാര്യം അല്ലെങ്കിൽ നമ്മളിവിടെ പോയി ക്ലിക്ക് ചെയ്ത് പിന്നെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അങ്ങനെ 2 തവണ ക്ലിക്ക് ചെയ്യണം. ഇതിപ്പോൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ബൈപ്പാസ് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ അവരുടെ പ്ലഗിൻസും ഇതിനകത്ത് കയറി വരുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ആ ലൈസൻസ് ഉള്ളത് AVA Mastering EQ മാത്രമാണ്. നമ്മളിപ്പോൾ അത് വേറൊരു പ്ലഗിൻ എടുത്തിട്ട് നമ്മളിപ്പോൾ DSL എടുത്തു, ലൈസൻസ് പേസ്റ്റ് ചെയ്തു, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലഗിൻ ലൈസൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ഓഡിയോ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ട്രാക്ക് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തു. യൂട്യൂബിൽ നിന്നുള്ള ട്രാക്ക് തന്നെയാണ്. നമുക്കൊന്ന് ചുമ്മാ കേട്ട് നോക്കാം. ആദ്യം പ്രിവ്യൂ ചെയ്ത് നോക്കാം. നമുക്കിതിലൊന്ന് EQ ചെയ്ത് നോക്കാം. ഇതിൽ EQ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വാല്യൂസ് വെച്ച് റൈസ് ചെയ്യാനൊന്നും ഉള്ള ഓപ്ഷൻസ് വരെ കൊടുത്തിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെയാണ്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ വാട്ടർ പെയിൻറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇത് പ്രോപ്പറായിട്ടുള്ളതല്ല. നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ മായ്ച്ച് കളയുകയും ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് ആ ഒരു EQ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ള് കട്ട് ചെയ്യണം, ലോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ചെറിയൊരു ബൂസ്റ്റ് ഇപ്പം ഇവിടെ വേണം. ഇത് സ്ക്രോളിൽ ചെയ്താലും ഇങ്ങനെ മേളിലേക്കും താഴേക്കും വരുന്നതാണ്. മായ്ക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് തന്നെ മായ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഒരു റേഡിയോ അല്ലെങ്കിൽ ഫോണിലൊക്കെ കേൾക്കുന്ന രീതിയിലുള്ള ഒരു EQ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം.
യൂസ് ടു ആകാനുള്ളൊരു ടൈം എടുക്കും എന്താണേലും. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചതാണ്. ഇത് നമുക്ക് ഇനി ഇതിനകത്ത് ട്രിം ചെയ്യാം. വരുന്ന സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി LPF എന്ന് പറയുന്നത് ഞാനിത് റിമൂവ് ചെയ്യാണ്. LPF കൊടുത്തു. എത്ര dB ആണ്? 12 dB ആണ്. 12 dB. ഇപ്പോൾ 12 dB ആണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ 12 dB കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിലൊരു 0 വരെയുള്ളൊരു മീറ്റർ കാണാം. ഇനി ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ടോപ്പിൽ കാണിക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഇത് ഈ 2Kക്കും 3.2Kക്കും ഇടയ്ക്കുള്ള 2.5 ആണ് ഈ മേളിൽ കാണിക്കുന്നത്. അവിടെ വരുമ്പോൾ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ 6.3ലാണ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 1Kയിൽ കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യാൻ. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലഗിനാണ്. ഇത് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഈ 5K വരെ വേണമെങ്കിൽ 12 dBയോ 6 dBയോ കട്ട് ചെയ്യാം. ഇത് LPF അല്ലെങ്കിൽ HPFൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റേഡിയോ കേൾക്കുന്ന പോലത്തെ എന്ന് പറഞ്ഞ ഫീലിംഗ് അല്ലെങ്കിൽ TV കേൾക്കുന്ന പോലത്തെ ആ ഒരു സൗണ്ടിങ് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനത് 12ലാക്കാണ്. സോ RTA കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ വേവ് ഫോം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് നമ്മൾ EQ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ വേവ് ഫോം ഇരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ഫ്രീക്വൻസിയൊക്കെയാണ് ബൂസ്റ്റ് ചെയ്ത് കേൾക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് കേൾക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ്. RTA എന്ന് പറയുന്നത് നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് അതെങ്ങനെയാണെന്നുള്ള ആ വേവ് ഫോം ശരിക്കും എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പറ്റും, നോക്കി കണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് RTA എനേബിൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു സൈഡിലത്തെ 0 വരെയുള്ള മീറ്റർ ഓൺ ആയി വരുന്നത്. ഇത് ഓൺ ചെയ്ത് നോക്കാം. പോസ്റ്റിൽ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ DK കൂടെ ഉണ്ട്. DKയും ലെങ്ത്തും ഉണ്ട്. ഇപ്പോൾ ഗ്രാഫ് അല്ലാതെ നമുക്ക് സ്ക്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇത് എനിക്ക് യൂസ് ടു അല്ല, എന്താണെന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോലും മനസ്സിലാകുന്നില്ല. അപ്പം സ്ക്രോൾ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ശീലം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. അല്ല ലൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്, ലൈറ്റിംഗ് കുറച്ചും കൂടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാര്യം ഒരു ജസ്റ്റ് ലൈനിൽ മാത്രമേ ഉള്ളൂ. ഗ്രാഫ് തന്നെയാണ് നമ്മളെല്ലാവരും യൂസ് ടു ആയിട്ടുള്ളതും ഏറ്റവും എളുപ്പമുള്ളതും. നമുക്കത് തന്നെ ഉപയോഗിക്കാം. ഇത് ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാസ്റ്ററിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന, EQ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലഗിനാണ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ മാസ്റ്ററിങ് സെഷനിൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. മറ്റുള്ള ഒരു റെസ്പോൺസ് വീഡിയോ കൊണ്ട് ഞാൻ പിന്നീട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ DK എന്ന് പറഞ്ഞ നോബ് തിരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇതാണ് റിയൽ ടൈമിലുള്ള നമ്മുടെ വേവ് ഫോം. ഇതാണ്. ഇത് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഫ്രീക്വൻസി കയറി വരുന്നുണ്ടോ അതെല്ലാം ഇങ്ങനെ പതിഞ്ഞിങ്ങനെ നിൽക്കും. അത് പെട്ടെന്ന് ഇങ്ങനെ ഫെയ്ഡായി പോവില്ല. ഇതൊരു 30 ആ ഒരു ഡിഫോൾട്ട് ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 30ലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓൾട്ട് മൗസ് ക്ലിക്ക് ചെയ്താൽ മതി, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡിഫോൾട്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റും. അതൊരു മിഡിലുള്ള, അതായത്
ഒത്തിരി പെട്ടെന്ന് പോകുന്നുമില്ല, ഒത്തിരി നേരം നിൽക്കുന്നുമില്ല. നമുക്ക് അത്യാവശ്യം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ DK നമുക്ക് ആവശ്യമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് കൂട്ടി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും എവിടെയൊക്കെ ഏതൊക്കെ ഫ്രീക്വൻസിയാണ് കൂടുന്നത്. ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രിം ചെയ്യാം. അപ്പോൾ ഇതിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് നമുക്ക് തരുന്നുണ്ട്. ഈ സ്ക്രോൾ എന്നുള്ളതിനകത്ത് നമുക്ക് ഈ ലെങ്ത്ത് കിട്ടുള്ളൂ. സ്ക്രോൾ എന്നുള്ളത് എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു പ്ലഗിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.